നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലതിലൊക്കെ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിൽ പോലും അതിന്റെ ചില ഭാഗങ്ങളിൽ വിഷാംശമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന എന്നാൽ അതിൽ ഏതെങ്കിലും തരത്തിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള 5 ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പഫർ ഫിഷ് ആണ്. പഫർ ഫിഷ് എന്ന് പറയുമ്പോൾ ജപ്പാൻ, കൊറിയ, ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഇതിൽ വളരെ വലിയ രീതിയിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലേക്ക് വളരെ വലിയ രീതിയിൽ കാണപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമല്ല. ഈ ഒരു ഫിഷ് ഇവിടെ താരതമ്യേന കുറവാണ്, എങ്കിൽ പോലും ഇത് ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതേസമയം തന്നെ ഈ ഫിഷ് നമ്മൾ വളരെ ശ്രദ്ധയോടെ അല്ല പാചകം ചെയ്ത് കഴിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിഷാണ്, വളരെ വിലപിടിപ്പുള്ള ഒരു ഫിഷാണ്. അപ്പോൾ തന്നെ ഇത് പാചകം ചെയ്യുന്ന ആൾക്ക് പ്രത്യേക ലൈസൻസും പ്രവൃത്തി പരിചയവും ഒക്കെ തന്നെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു കുക്കിന് മാത്രമേ ഇത് പാചകം ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ തന്നെ ആൾക്കാർ വളരെ വില കൊടുത്താണ് ഈ ഒരു ഫിഷ് ഭക്ഷിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു ചെറിയ അശ്രദ്ധ കുറവ് കൊണ്ട് ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ശരീരത്തിൽ വിഷാംശം എത്തുന്നത് ഇത് കഴിക്കുന്ന മറ്റു ഫിഷുകളിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സാധാരണ ആൽഗകളും ചെറു മത്സ്യങ്ങളും ഒക്കെയാണ് ഇവ ഭക്ഷണമാക്കുന്നത്. രണ്ടാമത്തേത് പൊട്ടറ്റോ ആണ്. കേരളത്തിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം ഭക്ഷണ വിഭവങ്ങൾ തന്നെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സദ്യകളിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഉരുളക്കിഴങ്ങ്. അതുപോലെ തന്നെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ടുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ വിവിധ തരത്തിലുള്ള ഉരുളക്കിഴങ്ങുകൾ ഉള്ളതിൽ എല്ലാവയും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളവയല്ല. പ്രത്യേകിച്ച് ഗ്രീൻ പൊട്ടറ്റോസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതിനകത്ത് ചെറിയ തോതിലുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ പൊട്ടറ്റോസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. എന്നാൽ പല സ്ഥലങ്ങളിലും ഈ ചിപ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഗ്രീൻ പൊട്ടറ്റോസ് ഉപയോഗിച്ചാണ് അവ ഉണ്ടാക്കുന്നത്. ഒരുപാട് നാളായിട്ട് തുടർച്ചയായിട്ട് ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരും. മൂന്നാമത്തേത് തക്കാളിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് തക്കാളി. എന്നാൽ തക്കാളിയുടെ ഫ്രൂട്ട് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നവയല്ല. അത് ധാരാളമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നു എന്ന് ചില പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല. തക്കാളിയിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അത് തക്കാളിയിലല്ല, അതിന്റെ തണ്ടിലും ഇലയിലുമാണ് വിഷാംശം അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം തക്കാളി നമുക്ക് മാർക്കറ്റിലേക്ക് വാങ്ങാൻ ലഭിക്കുമെങ്കിലും അതിന്റെ ഇലകൾ നമുക്ക് കൊമേഴ്ഷ്യലി വാങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം അത് വിൽക്കാൻ സാധിക്കില്ല, അതിനകത്ത് വിഷാംശം അടങ്ങിയിട്ടുണ്ട്. നാലാമത്തേത് മഷ്റൂംസ് ആണ്. നമുക്ക് എല്ലാവർക്കും മഷ്റൂം കൊണ്ടുള്ള കറികൾ വളരെ ഇഷ്ടമാണ്. വളരെ രുചികരമായിട്ടുള്ള കറികളാണ് മഷ്റൂമിൽ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ചൈനീസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലൊക്കെ തന്നെ നിർബന്ധമായി ഉള്ള ഒരു വിഭവമാണ് മഷ്റൂം കൊണ്ടുള്ള ഒരുപാട് കറികളുണ്ട്. അതേസമയം മഷ്റൂം നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ തരം മഷ്റൂം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതേസമയം തന്നെ പലപ്പോഴും ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ട്. കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസ് ഏതാണ്, കഴിക്കാൻ പറ്റാത്തത് ഏതാണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇപ്പൊ പറമ്പിലൊക്കെ നിൽക്കുന്ന മഷ്റൂം നമ്മളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. മഷ്റൂം ഗണത്തിൽ കടുത്ത വിഷാംശം അടങ്ങിയിട്ടുള്ള മഷ്റൂമുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവന് പോലും ആപത്ത് സംഭവിക്കാവുന്ന തരത്തിലുള്ള മഷ്റൂംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പറമ്പിലൊക്കെ നിൽക്കുന്ന നമുക്ക് അറിയാത്ത മഷ്റൂംസ് ഒന്നും ആരും ഉപയോഗിച്ച് കറികളൊന്നും ഉണ്ടാക്കരുത്. കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പല ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അത് നമുക്ക് പാക്കറ്റുകളിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടുന്നവയാണ്. അവയിൽ അത്തരം മഷ്റൂംസിനകത്തൊന്നും തന്നെ ഇത്തരം വിഷാംശം ഉണ്ടാകില്ല. അതേസമയം തന്നെ വിഷാംശം ഇല്ലാത്ത മഷ്റൂംസിനേക്കാൾ കൂടുതൽ ഉള്ളത് വിഷാംശമുള്ള മഷ്റൂംസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഇത് കൈകാര്യം ചെയ്യാൻ. അഞ്ചാമത്തേത് ആപ്പിൾ ആണ്. നമുക്കറിയാം ഡോക്ടർമാർ എല്ലാ രോഗികളോടും പറയുന്ന ഒരു കാര്യമാണ് ആപ്പിൾ കഴിക്കുക, നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാകും. ആപ്പിളിനെ കുറിച്ച് ധാരാളം, അതിന്റെ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ധാരാളം നമുക്കിന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. അതേസമയം ആപ്പിളിനകത്ത് വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പറയുന്നത് ആപ്പിളിലല്ല, ആപ്പിളിന്റെ കുരുവിലാണ് വിഷാംശം അടങ്ങിയിരിക്കുന്നത്. ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണണ്ടെന്നാണ് പറയുക. പക്ഷെ ആപ്പിളിന്റെ കുരു കഴിച്ചാലും നമ്മൾ ഡോക്ടറെ കാണേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ മരണപ്പെടും. ആപ്പിളിന്റെ കുരു ചവച്ചരച്ച് കഴിക്കുന്നതോടെ മനുഷ്യന്റെ ദഹനരസവുമായിട്ട് ചേർന്ന് സൈനൈഡ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അമിഗ്ഡലിൻ എന്ന പദാർത്ഥം ഉണ്ടാകുന്നു. ഈ അമിഗ്ഡലിനിൽ അടങ്ങിയിരിക്കുന്ന സൈനൈഡും ഷുഗറും ശരീരത്തിൽ പ്രവേശിക്കുകയും അതിനുള്ളിലെ പ്രവർത്തനത്തിന്റെ ഫലമായി
ഹൈഡ്രജൻ സയനൈഡ് രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷമായിട്ട് അത് മാറുന്നു. നമ്മൾ പലപ്പോഴും ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ കുരു അടക്കമാണ് കഴിക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ട് ആപ്പിൾ നല്ല പോഷകമുള്ള സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കുരുവിലും എന്തെങ്കിലുമൊക്കെ പോഷകം ഉണ്ടാകുമല്ലോ, അപ്പൊ അതുകൂടെ കഴിക്കാന്ന് കരുതി ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിക്കുന്നത് സയനൈഡിന് തുല്യമായിട്ടുള്ള വിഷമാണെന്ന ബോധമുണ്ടാവുക ഏതെങ്കിലും അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ കഴിക്കുമ്പോൾ ഒരു കാരണവശാലും അതിന്റെ കുരു കഴിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.